Hello guys, welcome back to my channel Journey Through Abhi. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നത് ജാവ സ്ക്രിപ്റ്റിൻ്റെ വേർഷൻസ് ആണ്. ഏതൊക്കെ തരം വേർഷൻസ് ഉണ്ട്, ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ എന്താ എന്നൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ജാവ സ്ക്രിപ്റ്റിൻ്റെ വേർഷൻസ് നോക്കാം. ജാവ സ്ക്രിപ്റ്റ് വേർഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ES1 തൊട്ടുണ്ട് ES5, ES6, ES7, ES8 അങ്ങനെ കോഴ്സും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്നുവെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ES6 തൊട്ടുള്ള സംഭവമാണ്. കാരണം ഏറ്റവും വലിയ അപ്ഡേഷൻ വന്നത് ജാവ സ്ക്രിപ്റ്റിൻ്റെ ES6-ലാണ്. ES6 തൊട്ടിട്ട് അങ്ങോട്ടേക്കുള്ള ജാവ സ്ക്രിപ്റ്റിനെ പറയുന്നത് അത് മോഡേൺ ജാവ സ്ക്രിപ്റ്റ്. ES6 തൊട്ട് അറ്റ് പ്രസൻറ്റുള്ള ജാവ സ്ക്രിപ്റ്റിനെ പറയുന്നത് മോഡേൺ ജാവ സ്ക്രിപ്റ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ES6-ലാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ് വന്നത്. ലൈക്ക് ലെറ്റ് കോൺസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജാവ സ്ക്രിപ്റ്റ് ES6 തൊട്ടിട്ടാണ്. സോ ഏറ്റവും വലിയ മോഡേൺ ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതിൻ്റെ റീസണും അതുകൊണ്ട് ES6-ലാണ് ഏറ്റവും വലിയ അപ്ഡേഷൻ വന്നത്. അത് ജസ്റ്റ് മനസ്സിലാക്കാം. ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ അപ്ഡേഷൻ ജാവ സ്ക്രിപ്റ്റ് വന്നത് ES6-ലാണ്. അറിയില്ല, പിന്നെ റിപ്പീറ്റ് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓരോ കൊല്ലം ഇങ്ങനെ കഴിഞ്ഞാൽ ജാവ സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ അപ്ഡേറ്റ് വരുന്നുണ്ട്. ആദ്യമേ നല്ല രീതിയിൽ അപ്ഡേറ്റ് ആയി, ദെൻ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഈ ES എന്ന് പറയുന്നത് എക്മാ സ്ക്രിപ്റ്റ് എന്നാണ്. ESൻ്റെ ഫുൾ ഫോം ആണ് എക്മാ സ്ക്രിപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ES6 അല്ലെങ്കിൽ ഈ എക്മാ സ്ക്രിപ്റ്റിൻ്റെ പറയുക വെച്ചാൽ എക്മാ സ്ക്രിപ്റ്റ് 15 എന്നാണ്. കാരണം ഏറ്റവും വലിയ അപ്ഡേറ്റ് 2015 ഇറങ്ങിയത് കൊണ്ട് ആക്ച്വലി പറയുക ES15 എന്നാണ്. കാരണം ഒഫീഷ്യലി അതിൻ്റെ നെയിം ES15 ആണ്. പക്ഷേ എങ്കിൽ നമ്മൾ ES5-ന് ശേഷം അറിഞ്ഞ വേർഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ES6 എന്നാണ്. ഒഫീഷ്യലി പറയുന്ന പേരാണ് ES15. സോ അതൊന്ന് നോട്ട് ചെയ്യാം. ആഫ്റ്റർ ES5-ന് ശേഷമുള്ള വേർഷൻസിനെയാണ് മോഡേൺ ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതായിട്ടും ജാവ സ്ക്രിപ്റ്റിൻ്റെ എല്ലാ ഓൾഡർ പാർട്സും മോഡേൺ ജാവ സ്ക്രിപ്റ്റും ഒക്കെ പഠിക്കാം. മെയിൻലി മോഡേൺ ജാവ സ്ക്രിപ്റ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഓൾഡർ പാർട്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ. സോ അത് പഠിക്കാം. ESൻ്റെ ഫുൾ ഫോം ഇത് എല്ലാവരും ജസ്റ്റ് നോക്കുക. എക്മാ സ്ക്രിപ്റ്റ് ഇതേകൂടിൻ്റെ എക്മാ സ്ക്രിപ്റ്റ് എന്നാണ് ESൻ്റെ ഫുൾ ഫോം. ഇനി നമുക്ക് ജസ്റ്റ് ES ഓരോ വേർഷൻസ് ഒന്ന് ഡീപ്പായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ES1 എക്മാ സ്ക്രിപ്റ്റ് 1 വന്നത് 1997-ലാണ്. ദെൻ 1998 ES2 വന്ന് എക്മാ സ്ക്രിപ്റ്റ് 2. ദെൻ 1999 ഓരോ 1 ഇയർ ഈ എക്മാ സ്ക്രിപ്റ്റ് 3 1997-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 2009 എക്മാ സ്ക്രിപ്റ്റ് 5 വന്നു. ദെൻ 2015 ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് നടന്ന ഇയറാണ് 2015. എക്മാ സ്ക്രിപ്റ്റ് 6 2015 ഒഫീഷ്യലി പറയുന്നത് ES6. ഓക്കെ, അതിനുശേഷമുള്ള ഇതിനെയാണ് ആക്ച്വലി മോഡേൺ ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മോഡേൺ ജാവ സ്ക്രിപ്റ്റ് ഈ 2015 വന്നതാണ്. ലെറ്റ് ആൻഡ് കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്ലാസ് ഡിക്ലറേഷൻ വന്ന് ഫോർ ഓഫ് ലൂപ്പ് എയർ ഓഫ് ഫങ്ഷൻസ് ഇതൊക്കെ നമ്മൾ ഈ ട്യൂട്ടോറിയൽ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ വന്ന് ദെൻ ഓരോ കൊല്ലം കഴിഞ്ഞാൽ എക്മാ സ്ക്രിപ്റ്റ് 2016 വന്നത്. ES7 വന്നത് ബ്ലോക്ക് സ്കോപ്പ്, അസിൻക്രണസ്, അറേ, എക്സ്പെറൻഷ്യൽ അങ്ങനെ വന്ന്. ദെൻ ES8 ഒബ്ജക്റ്റ് വാല്യൂസ്, ഒബ്ജക്റ്റ് എൻട്രീസ്, ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള. ദെൻ ES9 സ്പ്രെഡ് ഓപ്പറേറ്റർ, ES10 അറേ ഡോട്ട് ഫ്ലാറ്റ് മാപ്പ്, അറേ ഡോട്ട് സോർട്ട് അങ്ങനെ വന്ന്. ES11 ബിഗിൻറ്റ്. ഓക്കെ, ഈ ബിഗിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പാണ്. ആ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിൽ ആദ്യമേ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് 6 ആണ്. ഇപ്പോൾ 7 ഉണ്ട് ജാവ സ്ക്രിപ്റ്റിൽ. സോ ബിഗിൻറ്റ് 2020 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 2020. ദെൻ അങ്ങനെ 2023 വരെയുള്ള അപ്ഡേറ്റ് ലേറ്റസ്റ്റ് വേർഷൻ അപ്ഡേറ്റ് 2023-ലാണ് നടന്നത്. റിവേഴ്സ് ഫൈൻഡ്, ലാസ്റ്റ് ആൻഡ് ഫൈൻഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത്രയാണ് ജാവ സ്ക്രിപ്റ്റ് അപ്ഡേറ്റ്സ്. ഏറ്റവും നോട്ട് ചെയ്യേണ്ട ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. മോഡേൺ ജാവ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഇയർ നടന്നത് 2015-ആണ്. അത് ഏതാ വേർഷൻ എന്ന് വെച്ചാൽ എക്മാ സ്ക്രിപ്റ്റ് 2015 അല്ലെങ്കിൽ ES6 തൊട്ടിട്ടാണ് മോഡേൺ ജാവ സ്ക്രിപ്റ്റ്. അതിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചാൽ ലെറ്റിനെയും കോൺസ്റ്റന്റ് അവർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതിന് മുമ്പ് വേറെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇതായി. സോ ESൻ്റെ ഫുൾ ഫോം എന്ന് ജസ്റ്റ് എല്ലാവരും നോക്കണം, എക്മാ സ്ക്രിപ്റ്റ് എന്നാണ്. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഓൾഡർ വേർഷൻ ഓഫ് ബ്രൗസർ ഡു നോട്ട് സപ്പോർട്ട് ES6. പഴയ വേർഷൻ ഉണ്ടാവില്ല ബ്രൗസേഴ്സിൻ്റെ, ആ ബ്രൗസേഴ്സിലൊന്നും ES6 വർക്ക് ആകത്തില്ല. കാരണം ലേറ്റസ്റ്റ് വേർഷനിലാണ് ഈ അപ്ഡേറ്റ്സ് വർക്ക് ആകത്തില്ല. അത് ജസ്റ്റ് നോക്കണം. എല്ലാവരും ചിലവർ പഴയ വേർഷൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പുതിയ നമ്മുടെ ലെറ്റും കോൺസ്റ്റും അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. സോ അതൊന്നും ചില സമയം വർക്ക് ചെയ്തിട്ടാകും. അതിൻ്റെ മെയിൻ റീസൺ എനിക്ക് ഇതായിരിക്കും, പഴയ ബ്രൗസേഴ്സ് ഉപയോഗിക്കുക. സോ എല്ലാവരും ബ്രൗസേഴ്സും ഇതിലൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ലേറ്റസ്റ്റ് വേർഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുക, ദെൻ എന്നിട്ട് കോഡിങ്ങിലേക്കാണ്. ഓക്കെ, ഇത്രത്തോളം പറയാനുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് വീഡിയോസ് ആയിട്ട് ഫുൾ തിയറി ഭാഗങ്ങളായിട്ട് നിങ്ങൾ ഭയങ്കര ബോറടിപ്പിക്കാൻ നിന്നറിയാം. സോ ഇതിൽ തൊട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം പ്രോഗ്രാമിംഗ് ഇതൊക്കെ.
ഈ ബോളിങ്ങും തിയറി ഒന്നായിട്ട് ഇതാക്കുന്നില്ല. എന്തായിട്ട് തിയറി അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തിയറീസ് ഇങ്ങനെ പറഞ്ഞു വിട്ടത്. ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് നോക്കാം. പ്രോഗ്രാമിംഗ് അടുക്ക് തിയറി വേണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. എല്ലാവർക്കും ഈ എന്താ പറയുക, ഇതുവരെയുള്ള ക്ലാസ്സിനെ പറ്റിയുള്ള ജസ്റ്റ് ഒരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞില്ലേ, ഏത് കാലത്ത് കണ്ടാലും പ്രശ്നമില്ല. ജസ്റ്റ് ആ ടൈമിൽ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ അപ്ഡേറ്റ്സ് വരിക. ഇതിനെപ്പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ അപ്ഡേറ്റ്സ് വരില്ലേ, അത് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് അത് ജസ്റ്റ് പറയാം. എന്താണ് നിങ്ങൾക്ക് അറിയാത്ത അതിനെപ്പറ്റി ജസ്റ്റ് ചോദിച്ചാൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴായാലും. സോ എല്ലാവരും കാണാം. ജസ്റ്റ് ഒന്നും കൂടി ഷോർട്ടായിട്ട് പറഞ്ഞാൽ ES5 ശേഷം ഉള്ളത് അല്ല, ES6 തൊട്ടിട്ട് നമ്മൾ മോഡേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ES6 സ്റ്റാർട്ട് ചെയ്യുന്നത് 2015 ES എന്ന് പറയുന്നത് ECMAScript എന്നാണ്. ഓക്കെ, അതിൽ ഏറ്റവും വലിയ അപ്ഡേറ്റ് ആണ് ലെറ്റ് ആൻഡ് കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജാവാസ്ക്രിപ്റ്റ് ഫസ്റ്റ് വേർഷൻ ഇറങ്ങുന്നത് 1997. ബാക്കിയുള്ള ES ഒന്നും പഠിക്കണം എന്നില്ല, നിങ്ങൾ ഡീപ്പായിട്ട് പോകുന്നവർക്ക് പോകാം. ജസ്റ്റ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെ ഉണ്ടാവും. ES5 ആണ് ഓൾഡർ വേർഷൻ. ES5 തൊട്ട് ബാക്കോട്ട് ES4, ES3, ES2, ES1 അങ്ങനെ. പിന്നെ ES4 ചില കാരണങ്ങളാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ മോഡേൺ ജാവാസ്ക്രിപ്റ്റ് തൊട്ടിച്ച് നോക്കിയാൽ പോരെ. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റാണ് മോഡേൺ ജാവാസ്ക്രിപ്റ്റ് ES6 ശേഷം 6 തൊട്ട്. ഓക്കെ, ദെൻ ഇത്രയാണ്. നമുക്കിനി അടുത്തതിൽ പ്രോഗ്രാമിങ്ങിലേക്ക് പോവാം. ജാവാസ്ക്രിപ്റ്റിനെ എങ്ങനെ ഒരു ഫയലിലായിട്ട് ലിങ്ക് ചെയ്യാം എന്നൊക്കെ നോക്കാം. ഓക്കെ, ദെൻ സി യു.